നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങുകൾ ഇനിയും തീർന്നില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സീസൺ പകുതിയായി കഴിഞ്ഞു. ഇനി ആകെ വളരെ കുറഞ്ഞ കളികൾ മാത്രമാണ് കളിക്കാനുള്ളത്. അപ്പോൾ ഇന്നലെ കരീം ബെനാരിഫിനെ കൊണ്ടുവന്നല്ലോ. തീർന്നിട്ടില്ല. മറ്റൊരു വിദേശ താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ ആയിട്ടുള്ള മാർക്കസ് ബൊർഹുലാവോ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു സൈൻ എ ന്യൂ ഫോറിൻ പ്ലെയർ ഷുഡ് തിങ്സ് ഗോ ആസ് പ്ലാൻഡ്. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ പ്ലെയറെ സൈൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈനൽ ഡിസിഷൻ ഇൻ 2 days, 2 ദിവസത്തിനകം ഫൈനൽ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും പുതിയ കോച്ച് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവാലുവേഷൻസിനനുസരിച്ചായിരിക്കുമല്ലോ ഇനി ഏതൊക്കെ താരങ്ങളെ കളിപ്പിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ് വന്നു. നിലവിലെ ഫോറിൻ താരങ്ങളിൽ അദ്ദേഹം സംതൃപ്തനല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈനിങ്ങുകൾ. ഇപ്പോൾ കരീം ബെനാരിഫിനെ കൊണ്ടുവന്നപ്പോഴേ ഉള്ള ചോദ്യം ആര് പുറത്തു പോകുന്നുള്ളതാണ്. ആര് പുറത്തു പോകുന്നുള്ളത് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ മാർക്കസ് ബൊർഹുലാവോയുടെ പ്രതികരണം വന്നിരുന്നത്. നത്തിങ് ഡിസൈഡഡ് അറ്റ് എ കോൾ വിൽ ബി ടേക്കൺ ആഫ്റ്റർ ഇവാലുവേഷൻ, സം മോർ ഡേയ്സ് ഓഫ് ട്രെയിനിങ്. കുറച്ച് ദിവസം കൂടി ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ട് താരങ്ങളുടെ കാര്യം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആര് പുറത്തു പോകും എന്നുള്ളത് അപ്പോഴേ തീരുമാനിക്കുള്ളൂ. നത്തിങ് ഡിസൈഡഡ് അറ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ പോയാൽ മതിയാവില്ലല്ലോ. ഇനിയിപ്പോൾ രണ്ടാമത് ഇനിയും ഒരു ഫോറിൻ സൈനിങ് ഉണ്ടെങ്കിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അല്ലെങ്കിലും ഇത് വല്ലാത്തൊരു സീസണായി പോയി. ബ്ലാസ്റ്റേഴ്സിന് ഒന്നും ഇതുവരെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സീസൺ അങ്ങ് പകുതിയായി ചെയ്തു. സീസൺ തീരാനും പോകുന്നു. സൈനിങ്ങുകൾ ഇങ്ങനെ നിർബാധം തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.